അപ്പം ആദിയോഗിയിലാണ് ഉള്ളത്. കോയമ്പത്തൂർ ആദിയോഗി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ലൈറ്റ് ഷോ കാണാനായിട്ട്. നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ലൈറ്റ് ഷോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പകൽ വന്ന് പോയിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ ലൈറ്റ് ഷോ കാണാനായിട്ട് വന്നതാണ്. 6 മണി ഒക്കെ ആയിട്ട് 7 മണിക്കൊക്കെയാണ് ലൈറ്റ് ഷോ തുടങ്ങുന്നത്. ഇത്തവണത്തെ യാത്ര ബസ്സിലാണ്. നമ്മുടെ പത്തനംതിട്ടയിൽ നിന്നുള്ള കോയമ്പത്തൂരിലേക്കുള്ള ലോ ഫ്ലോർ ബസ്സിലാണ് ഇത്തവണത്തെ യാത്ര. ഫാമിലി ആയിട്ടാണ് ഇത്തവണത്തെ യാത്ര. പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്ര ആയതുകൊണ്ട് നമുക്ക് ട്രെയിനിന് ടിക്കറ്റൊന്നും അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ ജനറൽ ഫാമിലി ആയിട്ട് അത്രയും ദൂരം യാത്ര കുറച്ച് പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സാണ് എടുത്തത്. ഓൾമോസ്റ്റ് ടിക്കറ്റ് എല്ലാം ഫുള്ളായിരുന്നു. എന്തോ ഭാഗ്യത്തിന് 2 സീറ്റ് നമുക്ക് കിട്ടി. ഞങ്ങൾ നേരെ യാത്ര ആരംഭിച്ചു. നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ഏറ്റവും ഇഷ്ടം ട്രെയിനിന് പോകുന്നത് തന്നെയാണ്. അവന് ട്രെയിനിനാണ് കൂടുതൽ താല്പര്യം. അങ്ങനെ അവൻ്റെ ആഗ്രഹങ്ങളും ഒന്ന് സാധിക്കണമല്ലോ, അല്ലെങ്കിൽ സാധിച്ചു കൊടുക്കണമല്ലോ എന്നുള്ളൊരു ധാരണയിൽ നേരെ ഞങ്ങൾ പാലക്കാടിനാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പാലക്കാട് നിന്ന് ട്രെയിനിന് കോയമ്പത്തൂർ പോകാൻ എന്നുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത്. ഏകദേശം 1 മണിക്കൂറോളം യാത്രയുള്ളൂ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ. അങ്ങനെ പാലക്കാടിന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കുഞ്ഞ് ഒരു ഉറക്കത്തിലേക്കുള്ള പുറപ്പാടാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ബസ്സാണ് കേട്ടോ ഈ ലോ ഫ്ലോർ. ഏകദേശം 5:20 ആകുമ്പോൾ എരുമേലി വരും. എരുമേലിൽ നിന്ന് ഇത് കോയമ്പത്തൂർ ചെല്ലുന്ന 12:30 ആകുമ്പം ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ കോയമ്പത്തൂർ ചെല്ലുമെന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ പാലക്കാട് വരെ ഉള്ളൂ. ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ സ്റ്റോപ്പുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ് യാത്രയൊന്നുമില്ല. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് നിന്ന് തന്നെ നമ്മൾ അങ്ങോട്ട് ട്രെയിനിനാണ് പോകുന്നത്. അങ്ങോട്ടുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഈ കോയമ്പത്തൂർ പാലക്കാട് റൂട്ട് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇങ്ങോട്ടുള്ള ഈ സീനറിയൊക്കെ നമ്മൾ പല വീഡിയോസിലും സോഷ്യൽ മീഡിയസിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ നമ്മളിതിൽ ഈ റൂട്ടിലൂടെയുള്ളൊരു യാത്ര. നമ്മൾ ഈ റൂട്ടിലൂടെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു ആനയൊക്കെ കണ്ടു. പക്ഷെ നമുക്കത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ കോയമ്പത്തൂർ വന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് നേരെ ഒരു ഓട്ടോയ്ക്ക് നമ്മൾ അങ്ങോട്ട് പോകാനുള്ളൊരു തീരുമാനം എടുത്തു. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഇവിടുന്ന് കോയമ്പത്തൂർ ടൗണിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് ആദിയോഗി. അപ്പം അങ്ങോട്ട് പോകാൻ ബസ് അവൈലബിൾ ആണ്. പക്ഷെ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പോകുമ്പം ബസ് കുറച്ച് പാടാണ് അങ്ങോട്ടുള്ള പോക്ക്. അപ്പം നല്ല തിരക്കായിരിക്കും എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. കാരണം ഇവിടെ എല്ലാവരും നമ്മളെ വട്ടം പിടിക്കും. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പം ഫുള്ള് ടാക്സിക്കാരാണ്. ഓട്ടോ, ടാക്സി, അങ്ങനെ എല്ലാവരും നമ്മളെ വട്ടം പിടിക്കും. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഫ്രണ്ടിൽ പോകുന്നത്. ഇവിടുത്തെ ഈ ഗണേശോത്സവത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഘോഷയാത്രയും പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ അങ്ങോട്ട് പോവുകയാണ്. 1300 രൂപയാണ് ഓട്ടോ ചാർജ് പറഞ്ഞത്. അതായത് ഡബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അത് നമുക്ക് അവിടെ നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്യുന്നു, ആദ്യയോഗിയിൽ അവിടെ സ്പെൻഡ് ചെയ്യുന്നു, ആ ടൈം ഓട്ടോ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റിട്ടേൺ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അവർ കൊണ്ട് ഇറക്കും. അങ്ങനെയാണ് 1300 രൂപ വരുന്നത്. പക്ഷേ എന്തായാലും ഓട്ടോയ്ക്കായും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ടാക്സി ആയിരുന്നു കേട്ടോ. ടാക്സി നമുക്ക് ഈ റേറ്റിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ടാക്സിക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബഹളമായതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഓട്ടോ ചൂസ് ചെയ്തത്. നമ്മൾ പറഞ്ഞല്ലോ നമ്മളെല്ലാവരെയും വട്ടം പിടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോയ്ക്ക് തന്നെ പോകാമെന്ന് തീരുമാനം എടുത്തു. നേരെ നമ്മൾ ആദിയോഗിയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ കയറുന്ന അങ്ങോട്ടുള്ള ഒരു എൻട്രിയാണ് ഇവിടെ. നമുക്കിവിടെ വേറെ പാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്കിവിടെ അന്വേഷിച്ചപ്പോൾ 7 മണിക്കാണ് ഇവിടെ ലൈറ്റ് ഷോ ആരംഭിക്കുന്നത്. അപ്പം അതുവരെയുള്ള സമയം നമ്മളിവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലാണ്. ഇവിടെ നമ്മൾ വന്ന സമയം ഏകദേശം 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. അപ്പം നമ്മുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ലൈറ്റ് ഷോ കാണുക എന്നുള്ളതായിരുന്നു കോയമ്പത്തൂർ ആദിയോഗി വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ലൈറ്റ് ഷോ നമ്മളങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ലൈറ്റ് ഷോ കാണാമെന്നുള്ളൊരു മെയിൻ ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ 6 മണി ഈ സമയത്ത് വന്നപ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ. നല്ല കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനെ ഒന്നും ഇവിടെ നിർത്താൻ പറ്റത്തില്ലാത്ത കാറ്റായിരുന്നു. നല്ല കാറ്റായിരുന്നു.
ചെറിയൊരു മഴയുടെ ഒരു കോളും ഒക്കെ ഉണ്ട്. മഴ പെയ്യും എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ മൂടിയൊക്കെ നിൽക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അപ്പം മഴയൊന്നും പെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു മൂടി നിൽക്കുന്ന ഒരു ഇതിൽ ഈ ആദിയോഗി കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തൊരു ഫീലാണ്. അത് നമ്മൾ നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നമ്മൾ ലൈറ്റ് ഷോ കാണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം വൈഫ്, കുഞ്ഞ്, നമ്മുടെ അനിയനാണ്, എല്ലാവരും ലൈറ്റ് ഷോ കാണാനായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ലൈറ്റ് ഷോ തുടങ്ങിയിട്ടില്ല, 7 മണിക്കാണ് തുടങ്ങുന്നത്. ഫുള്ള് ലൈറ്റൊക്കെ ഓഫായിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങും ലൈറ്റ് ഷോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അപ്പച്ചൻ കടൽ വിൽക്കുന്നുണ്ട്. നല്ല ബിസിനസ്സാണ് കടലയും കപ്പലണ്ടി. 10 രൂപയാണ് ഒരു കടലയും കപ്പലണ്ടി. Namaskaram. We welcome you all to Adiyogi Divya Darshanam. Adiyogi Divya Darshanam is a profound depiction of Adiyogi's unparalleled contribution to humanity, the science of yoga. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or. അങ്ങനെ ലൈറ്റ് ഷോ കണ്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ, സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. രാത്രി ഒരു സ്പെഷ്യൽ ട്രെയിനുണ്ട് കോട്ടയത്തിന്, അതിന് കയറി രാവിലെ 4 മണിയൊക്കെ ആകുമ്പം കോട്ടയം എത്തും.